എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ലൈക്ക്? ഒരു നിലപാടില്ലാത്ത ഒരാളാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? അയ്യേ എന്തേത് എന്തായിരിക്കും? എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യും? ഇനി ഞാൻ മാറ്റി നിലപാട് ഏതൊക്കെയാന്ന് പറ. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടടാ. ഞാൻ ബിഗ് ബോസിൽ പോകില്ലെന്ന് പറഞ്ഞു, ബിഗ് ബോസിൽ പോയി. ആ അത് നിലപാടാ. പക്ഷെ ബിഗ് ബോസിൽ പകരം ഞാൻ നിലപാട് എന്താണ്, ഒപ്പീനിയൻ എന്താണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒപ്പീനിയൻ എന്താണെന്നൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞുതരാം. നിലപാടെന്ന് പറഞ്ഞാൽ ഇസ്രായേലും പാലസ്തീനും വിഷയം യുദ്ധത്തിൽ നടക്കുമ്പോൾ അതിനാണ് നമുക്ക് നിലപാട് സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരു മൈൻഡ് സെറ്റ് ആണത്. ആർക്കൊപ്പം ഞാൻ നിൽക്കണം എന്നതാണ് എന്റെ മൈൻഡ് സെറ്റ്. അവിടെ ഞാൻ എടുക്കുന്ന സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ ഓർ വിത്ത് പാലസ്തീൻ. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇതിൽ മാറിയതിന് നമുക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഇത്രയും നാൾ നിന്നില്ലേ എന്ന് പറയാം. അതേസമയം രാവിലെ എണീച്ച് വരുമ്പോൾ ഈ ഡ്രസ്സ് ഇടണോ വേറൊരു ഡ്രസ്സ് ഇടണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് എന്റെ ഇഷ്ടങ്ങളെ ബേസ് ചെയ്ത്. വിശദീകരണമൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. തീരുമാനം മാറ്റാന്നാണ് പറയുന്നത്. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. 100% മാറ്റാൻ പറ്റും. തീരുമാനമല്ലാതെ എന്താണ് പിന്നെ മാറ്റാൻ പറ്റുന്നത്? എന്റെ അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? തൃക്കാക്കരയിൽ 2020 ജയിക്കുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നില്ല. അപ്പൊ ആ പാർട്ടിയിൽ പോയി മത്സരിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ മൂന്നിൽ ഏതാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് 2020 അവിടെയാണ് ഒരുവന് സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാനും എന്നോടത്ത് വിളിച്ചു പറഞ്ഞ ആവശ്യങ്ങൾ പറയുന്ന ഒരുവന് ചെയ്തു കൊടുക്കാനുമുള്ള ഒരു അവസരം മാത്രമാണ് പൊളിറ്റിക്കൽ സ്പേസ്. ഒറ്റയ്ക്ക് നിന്നാൽ ഇപ്പൊ താൻ പോയിട്ട് റോട്ടിൽ ഒരു പെൺകുട്ടിയുടെ അവിടെ ഒരു പെൺകുട്ടിക്ക് ഒരു നീതി നിഷേധിക്കപ്പെടുന്ന ഒരു പ്രശ്നം താൻ കാണുന്നു. താൻ ഒറ്റയ്ക്ക് പോയി ചോദിക്കും നീ ആരടി എന്നൊരു ചോദ്യം വരും. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. 24ന്റെ മൈക്കും പിടിച്ച് താൻ പോയി ചോദിക്കുമ്പോൾ ഈ ചോദ്യം വരത്തില്ല. വേണ്ടെന്ന് ഞാൻ പലയിടത്തും പിടിച്ച് പറഞ്ഞു, എന്നിട്ടും തല്ലി. അവിടെ തന്നെ നിലനിർത്തുന്നതും തന്റെ ചോദ്യത്തിന് പവർ കൂട്ടിത്തരുന്നതും ഇതാണ്. മാധ്യമ പ്രവർത്തക എന്ന പവറും ഇനി മാധ്യമ പ്രവർത്തക തന്നെ അയക്കൂ. അത് ഡിഫറന്റ് ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ ഡിഫറന്റ് ലെവൽ ഓഫ് അംഗീകാരം കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. ഞാൻ പോകണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി.